വർഷങ്ങളോളം ഒരു ഗ്രാമം മുഴുവൻ പാഴ്വസ്തു എന്ന് കരുതി തള്ളിക്കളഞ്ഞത് ലോകത്തിലെ ഒരു നിധിയായിരുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണുന്നുവെങ്കിൽ ഈ കഥ നിങ്ങൾക്കുള്ളതാണ്. ചൈനയിലെ ഒരു പുരാതന ഗ്രാമത്തിൽ പഴക്കമേറിയ ഒരു ബുദ്ധപ്രതിമയുണ്ടായിരുന്നു. കാണാൻ വലിയ ചന്തമില്ലാത്തതും കളിമണ്ണുകൊണ്ട് നിർമ്മിച്ചതുമായ ബുദ്ധപ്രതിമയ്ക്ക് ആളുകൾ വലിയ വില കൽപ്പിച്ചിരുന്നില്ല. ഗ്രാമവാസികൾക്ക് അത് വെറും ഒരു മൺപ്രതിമ മാത്രമായിരുന്നതിനാൽ വർഷങ്ങളോളം വെയിലും മഴയുമേറ്റ് ആ പ്രതിമ നാശത്തിന്റെ വക്കിലെത്തിയിരുന്നു. കാലങ്ങൾക്ക് ശേഷം ഗ്രാമം നഗരമായി വളർന്നപ്പോൾ നഗരാസൂത്രണത്തിന്റെ പേരിൽ ആ പ്രതിമ മറ്റൊരിടത്തേക്ക് മാറ്റാൻ അധികാരികൾ തീരുമാനിച്ചു. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലൂടെ ആ പ്രതിമ മാറ്റുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു വിള്ളൽ അതിൽ സംഭവിച്ചു. പരിഭ്രമിച്ചുപോയ പുരോഹിതന്മാർ ആ വിള്ളലുകൾക്കിടയിൽ എന്തോ ഒന്ന് അസ്വാഭാവികമായി കണ്ടു. കളിമണ്ണിന്റെ പാടുകൾക്കിടയിലൂടെ വെളിച്ചമടിച്ച് പരിശോധിച്ചപ്പോൾ എന്തോ ഒന്ന് തിളങ്ങുന്നതായി കണ്ടു. അവർ ജിജ്ഞാസയോടെ കളിമണ്ണ് പതുക്കെ അടർത്തി മാറ്റി. ഒടുവിൽ അവിടെ തെളിഞ്ഞു വന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു. പത്തരമാറ്റ് തങ്കം കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ ഒരു ബുദ്ധപ്രതിമ. പൗരാണിക കാലത്ത് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സ്വർണ്ണ പ്രതിമയെ സംരക്ഷിക്കുന്നതിനായി സന്യാസിമാർ അതിൽ കളിമണ്ണ് പൂശി രൂപം മാറ്റിയിരുന്നു. കാലക്രമേണ പ്രതിമയെ സംരക്ഷിച്ചിരുന്നവർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഉള്ളിലെ ആ തങ്ക പ്രതിമയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവില്ലാതായി മാറി. ഗ്രാമം മുഴുവൻ പുറത്തെ കളിമണ്ണാണ് സത്യമെന്ന് കരുതി ജീവിച്ചു. ജീവിതവും അതുപോലെയാണ്. ലോകം കാണുന്നത് ഒരുപക്ഷെ പുറത്തെ കളിമണ്ണായിരിക്കാം. ഉള്ളിന്റെ ഉള്ളിലെ സ്വർണത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ പുറത്തെ കളിമണ്ണ് അടർത്തി മാറ്റിയേ മതിയാകൂ. ലോകത്തിന്റെ പരിഹാസവും നമ്മുടെ ഭയവും കളിമണ്ണ് രൂപത്തിൽ നമ്മെ മൂടപ്പെട്ടിരിക്കുകയാണ്. ഈ പുറംചട്ട തച്ചുടച്ചെങ്കിൽ മാത്രമേ ഉള്ളിലെ തങ്കത്തിന്റെ തിളക്കം കാണാനാകൂ. ഓരോരുത്തരുടെയും യഥാർത്ഥ രൂപം കാണണമെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പണിതുവച്ച കപട രൂപം നമ്മൾ തന്നെ തകർക്കേണ്ടി വരും. കളിമണ്ണിന്റെ പുറന്തോടിനാൽ മറഞ്ഞിരിക്കുമ്പോഴും സ്വർണത്തിന്റെ മൂല്യം കുറയുന്നില്ല. പക്ഷേ പലപ്പോഴും അത് തിരിച്ചറിയണമെങ്കിൽ ഒരു നിമിത്തം വേണമെന്ന് മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എന്റെ മോട്ടിവേഷൻ. താങ്ക്